ഒരിക്കൽ യശോദ ദേവി കൃഷ്ണഭഗവാനുമായി കുളക്കടവിൽ എത്തി. അപ്പോൾ ഗോപികകൾ ചോദിച്ചു, കൃഷ്ണനെ ആദ്യമായിട്ടാണല്ലോ കുളക്കടവിലേക്ക്, എന്താണ് കാര്യം? അതിന് യശോദ ദേവി ചിരിച്ച് മറുപടി നൽകി. അവൻ എന്ത് ചെയ്യുന്നതാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അതിനാലാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. അതിനുശേഷം യശോദ കൃഷ്ണനെ അവിടെ ഇരുത്തിയിട്ട് കുളിക്കാൻ പോയി. ആ സമയത്ത് ഭൂമിദേവി അവിടെ പ്രത്യക്ഷമായി എന്നിട്ട് പറഞ്ഞു, പ്രഭോ, അങ്ങയുടെ ദാസിയായ ഭൂമിയുടെ പ്രണാമം സ്വീകരിക്കും. അവൾ കൈകൂപ്പി അഭിവാദ്യം ചെയ്തു. ഇന്ന് ആദ്യമായിട്ടാണ് അങ്ങയുടെ ദിവ്യകാലുകൾ എന്റെ ദേഹത്ത് പതിക്കുന്നത്. ഞാൻ ധന്യായി. ഇതുവരെ അങ്ങ് തൊട്ടിലിലോ അമ്മയുടെ മടിയിലോ കൊട്ടാരത്തിലോ ആയിരുന്നല്ലോ. അങ്ങയുടെ സ്പർശത്തിനായി ഞാൻ എത്രകാലമായി കാത്തിരിക്കുന്നു. പ്രഭോ, അങ്ങയ്ക്ക് ഞാൻ എന്ത് സമർപ്പിക്കണം? എന്റെ അടുത്ത് ഇപ്പോൾ മണ്ണും കല്ലുകളും മാത്രമേയുള്ളൂ. ഉണ്ണിക്കണ്ണൻ വിഷ്ണുരൂപം എടുത്തു. ഭൂമിദേവിയോട് അദ്ദേഹം പറഞ്ഞു, ഭൂമിദേവി, നീ ഈ ലോകത്തിനെല്ലാം ആഹാരം നൽകുന്നു. നല്ലതിനെയും ചീത്തയെയും ഒരുപോലെ സഹിക്കുന്നു. എല്ലാ ജീവജാലങ്ങളുടെയും ഭാരമേറ്റു നിൽക്കുന്നു. ഒരമ്മ പോലെ നീ മക്കളെ തുല്യമായി പോറ്റുന്നു. അതുകൊണ്ടുതന്നെ ഈ മണ്ണുപോലും പവിത്രമാണ്. ഇതിലും മഹത്തായ നൈവേദ്യം വേറെയുണ്ടോ? ഈ മണ്ണിൽ അമൃതത്തിന്റെ സ്വാദുണ്ട്. അതിനാൽ ഞാൻ അതിനെ തന്നെ നൈവേദ്യമായി സ്വീകരിക്കുന്നു. അങ്ങനെ പറഞ്ഞ് വിഷ്ണു ഭഗവാൻ വീണ്ടും ഉണ്ണിക്കണ്ണനായി മാറി. കൃഷ്ണൻ ഭക്തിപൂർവം ഭൂമിദേവിയെ നോക്കി. അനന്തരം അവിടെത്തന്നെ മണ്ണ് എടുത്തു കഴിക്കാൻ തുടങ്ങി. ഭൂമിദേവി കൃഷ്ണഭഗവാനെ പ്രണമിച്ച് അപ്രത്യക്ഷയായി. ഉണ്ണിക്കണ്ണൻ മണ്ണ് കഴിക്കുന്നത് കണ്ട ഗോപികമാർ അതിവേഗം യശോദയുടെ അടുത്തേക്ക് ഓടിക്കൊണ്ടുപോയി. അമ്മേ, ഉണ്ണിക്കണ്ണൻ മണ്ണ് കഴിക്കുകയാണ്, അവർ പറഞ്ഞു. യശോദ വിഷമിച്ചും ആശങ്കയോടെയും പെട്ടെന്ന് കുളി കഴിഞ്ഞ് കരയിൽ കയറി. അവൾ കൃഷ്ണന്റെ മുഖം നോക്കിയപ്പോൾ വായിന്റെ അരികിലുടനീളം മണ്ണ് പുരണ്ടിരുന്നു. അവൾ ഉടൻ തന്നെ തുണിയെടുത്ത് മണ്ണ് തുടച്ചുമാറ്റി. അപ്പോൾ ഗോപികമാർ വീണ്ടും പറഞ്ഞു, അമ്മേ, ഉണ്ണിക്കണ്ണൻ വായിനകത്തുതന്നെ മണ്ണ് ഉണ്ട്. അവന്റെ വായ തുറക്കൂ. യശോദ കൃഷ്ണനോട് കർശനമായി പറഞ്ഞു, വാ തുറക്കൂ. ഉണ്ണിക്കണ്ണൻ ആദ്യം തുറന്നില്ല. പക്ഷേ യശോദ ദേഷ്യത്തോടെ വീണ്ടും ആവർത്തിച്ചപ്പോൾ അവൻ വൈ തുറന്നു. അപ്പോൾ യശോദ അമ്പരന്നു. അവളുടെ മുന്നിൽ ഒരേ ഒരു വായിനകത്തായി 7 ലോകവും 14 ലോകങ്ങളും തെളിഞ്ഞു.